ആദ്യം ഖലീഫ കാണുള്ളൂ. എന്തോ വരാൻ പോകുന്നു, എന്തോ ഒരു ഐഡിയ. അതെ, എന്തോ ഒരു ഓണത്തിന് ദുൽഖർ തൂക്കോ? ട്രെയിലർ കണ്ടത് പറയാൻ പറ്റില്ല. പൃഥ്വിരാജ് ഖലീഫയായിട്ട് വന്നോണ്ട് ട്രെയിലർ കണ്ടതല്ലേ, എന്താ പറയാനുള്ളത്? അടിപൊളി ട്രെയിലർ. അത്യാവശ്യം ഒരു ഇംഗ്ലീഷ് പടം പോലെയാണ് എടുത്തത്. കൊള്ളാം. ഇനി പടം വരുമ്പോ എങ്ങനെയാണ് നമുക്ക് കണ്ടറിയാം. കുഴപ്പമില്ല, നല്ല ട്രെയിലർ. ഓണത്തിന് ദുൽഖർ തൂക്കോ? ട്രെയിലർ കണ്ടിട്ട് എന്താ തോന്നുന്നു? പൃഥ്വിരാജുണ്ട്, ആരാന്ന് വെച്ചാ തൂക്കും, നമുക്ക് കണ്ടറിയാം. ട്രെയിലർ കണ്ടപ്പോ റോക്ക് എന്താ തോന്നി? ട്രെയിലർ കുഴപ്പമില്ല. അത്യാവശ്യം എന്താണ് ഗാംബ്ലിങ്ങിനെ പറ്റിയാണ് നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ അതിനകത്തുള്ള ഇതൊക്കെ ആയിരിക്കും നമുക്ക് മനസ്സിലാവും. ഇതുവരെ ചെയ്യാത്തൊരു ദുൽഖറിന്റെ പരിപാടി പോലെ തോന്നുന്നുണ്ട്. തോന്നുന്നുണ്ട് അങ്ങനത്തെ പടങ്ങളിൽ അഭിനയിച്ചിട്ടില്ലല്ലോ. ഒരു ഫുൾ ഹെഡ്ജ് ആക്ഷൻ പരിപാടി പോലെ തോന്നുന്നു. ചെറുതായിട്ട്. എന്നാലും വെയിറ്റിംഗ് ആണ്. 20 കാണും. ഫസ്റ്റ് ഏതാ കാണുന്നത്? ഖലീഫയാണോ അതോ ഐ ആം ഗെയിം ആണോ? അന്നത്തെ ടിക്കറ്റ് കിട്ടണ അനുസരിച്ച് കാണും. ബ്രോ ഏതാ ഫസ്റ്റ്? ഐ ആം ഗെയിം ആണോ ഖലീഫയാണോ കാണുന്നത്? ഐ ആം ഗെയിമിന്റെ ആദ്യത്തെ പുള്ളി ഡയറക്ടറുടെ പേരെന്താ അറിയോ? ഇല്ല, അറിയില്ല. പുള്ളി അറിയോ? ഇല്ല. ആർട്ടിസ്റ്റിന്റെ ഡയറക്ടർ. മ്യൂസിക് ആരും ചെയ്യണ അറിയോ? ഇല്ല, അതും അറിയില്ല. ശരി, അന്വേഷിച്ചല്ലേ. എന്താണ് പറയാനുള്ളത്? ട്രെയിലർ കണ്ടല്ലോ. നല്ല ട്രെയിലർ. അത്യാവശ്യം ഗാംബ്ലിങ്ങിനെ പറ്റിയാണെന്ന് തോന്നുന്നു. ചിലപ്പോ തൂക്കാൻ സാധ്യതയുണ്ട്. ട്രെയിലർ കണ്ടിട്ട് വലിയ പ്രത്യേകിച്ച് അത്ര ഹൈപ്പ് തോന്നിയില്ല. എന്താ തോന്നാതെ മേക്കിംഗ് എന്താ ഒരു മിസ്സിംഗ് ആയിട്ട് തോന്നി? എന്താ? അല്ല, ഞാനിപ്പോ പെട്ടെന്ന് ഇത് കണ്ടുകൊണ്ടായിരിക്കും. എന്നാലും ഇത് തോന്നിയില്ല. എങ്ങനെ ദുൽഖറിന്റെ ഒരു ചെയ്യാത്തൊരു പരിപാടി ദുൽഖറിന്റെ എല്ലാ സിനിമയും ഇപ്പൊ ഇറങ്ങുന്നത് അങ്ങനത്തെ അല്ലേ? ചെയ്യാത്ത പരിപാടി ചെയ്യാത്ത പരിപാടി. ഒരു ഹോളിവുഡ് സെറ്റിംഗ് സിനിമ പോലെ ഉണ്ട്. മേക്കിംഗ് കണ്ടിട്ട് ഒരു ഇന്റർനാഷണൽ ലെവൽ പരിപാടി ഉണ്ട്. പക്ഷേ ഇപ്പൊ ആ എക്സ്പെക്ടേഷൻ കൊടുക്കണ്ടല്ലോ. പ്രതീക്ഷ ഒരു പ്രതീക്ഷ ഇല്ലാതെ തിയേറ്ററിൽ പോയി കാണുന്നതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അങ്ങനെയാണ്. ട്രെയിലർ പോലും കാണാണ്ട് ചെയ്യണം എന്നാണ് ആഗ്രഹം. ട്രെയിലർ ഇറക്കിയത് കണ്ട്. അതെ. ആദ്യം ഐ ആം ഗെയിം ആണോ ഖലീഫാണ് കാണാൻ? ഞാൻ അത് അപ്പൊ ആൾക്കാരുടെ അത് കേട്ട് ടിക്കറ്റ് കിട്ടണനുസരിച്ച് ഐ ആം ഗെയിമിന്റെ ട്രെയിലർ കണ്ടതല്ലേ, എന്താ പറയാനുള്ളത്? നല്ലൊരു പ്ലോട്ടാണെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. ഒരു ഇൻട്രസ്റ്റ് ഇതുണ്ട്, മൂവി കാണാനായിട്ട് തോന്നിക്കുന്നുണ്ട്. ദുൽഖറിന്റെ ഒരു ഇതുവരെ കാണാത്ത ദുൽഖറിനെ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതെ, അങ്ങനെ ഒരു ക്യാരക്ടറിന്റെ ഇതാണ് തോന്നുന്നത്. ഭയങ്കര ഒരു വയലൻസ് പരിപാടികൾ കാണുന്നത് പോലെ തോന്നുന്നുണ്ട്. വയലൻസ് ഫൈറ്റ് ആണ് കൂടുതൽ, ബ്ലഡ് ഷെഡ്. വയലൻസിന്റെ ഒരു ഇതൊക്കെ കാണുന്നുണ്ട് അതില് ട്രെയിലറില്. ഐ തിങ്ക് ഒരു സ്റ്റൈലിഷ് ആയ ദുൽഖറിനാണ് കാണുന്നത്. ഓഫ് കോഴ്സ്. അതെ. ട്രെയിലർ കണ്ടപ്പോ എത്രത്തോളം പ്രതീക്ഷ ഉണ്ട്? അത്യാവശ്യം നല്ല പ്രതീക്ഷ ഉണ്ട്. ഇറ്റ് വിൽ ബി എ ഗുഡ് ഫിലിം. മ്യൂസിക് ഒക്കെ അങ്ങനെ ജെക്സ് ബിജോയ് ആണ്. നല്ല BGM ഒക്കെയാണ്. ഓഫ് കോഴ്സ് ഇറ്റ്സ് എ വെരി ഗുഡ് മ്യൂസിക്. പുള്ളിയുടെ ആദ്യത്തെ പടം അറിയോ? അതിന്റെ ഹാസി പേര് അറിയോ ഡയറക്ടറെ? RDXന്റെ ഓഫ് കോഴ്സ്. ബ്രോക്ക് എന്താ പറയാനുള്ളത് ട്രെയിലർ കണ്ടപ്പോ? അടിപൊളി ട്രെയിലർ. മ്യൂസിക് ആണ് കൂടുതലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്. നല്ലൊരു കാര്യങ്ങളാണ് കൂടുതൽ. ഭയങ്കര അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ലക്കി ഭാസ്കറിന്റെ ഒക്കെ ഒരു വൈബ് കിട്ടണ്ടായി. ഒരു ബെറ്റിങ്ങും ലക്കൊക്കെ പോലത്തെ സംഭവം കൊള്ളാം. വെയിറ്റിംഗ് ആണ്. ഓണത്തിന് ദുൽഖർ തൂക്കോ? ട്രെയിലർ കണ്ടത് പറയാൻ പറ്റില്ല. പൃഥ്വിരാജ് ഖലീഫയായിട്ട് വന്നോണ്ട് പറയാൻ പറ്റില്ല. നോക്കാം. സ്റ്റൈലിഷ് ആയിട്ടില്ല, അല്ലെങ്കിൽ ഇതുവരെ കാണാത്ത ദുൽഖറിനെ കാണാൻ പറ്റും തോന്നുന്നുണ്ട് ട്രെയിലർ കണ്ടിട്ട്. ഉറപ്പായിട്ടും തോന്നുന്നുണ്ട്. പടം അടിപൊളിയായിരിക്കും. പടം തൂക്കോ? തൂക്കുമായിരിക്കും. ആഗ്രഹിക്കുന്നുണ്ടോ? ദുൽഖർ ഫാനാണോ? പണ്ടേ ദുൽഖർ ഫാനാണ്. എന്തായാലും പോയി കാണും. ആദ്യം ഏത് കാണാ? ഖലീഫാണോ ഐ ആം ഗെയിം ആണോ? ടിക്കറ്റ് കിട്ടുന്നതനുസരിച്ച്. ബ്രോ ഏതാ ആദ്യം കാണാ? അതിൽ എനിക്കൊരു ഇത് കൺഫ്യൂഷൻ ഉണ്ട്. ഈവൻ ഇഫ് ഇറ്റ്സ് എ വെരി ഗുഡ് മൂവി ഐ വിൽ ഡെഫിനറ്റ്ലി വാച്ച് ഇറ്റ്. അല്ലാണ്ട് രണ്ടും എന്തായാലും കാണില്ല, അത് റിവ്യൂ അറിഞ്ഞിട്ടേ കാണുള്ളൂ. അല്ലല്ല, അങ്ങനെയല്ല. എനിക്ക് ഒരു സ്പാർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പൊ എന്തായാലും കാണാൻ പോയിരിക്കും. അങ്ങനെയാണ്. ദുൽഖർ തൂക്കട്ടെ, ഓണം തൂക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെയല്ല. ഐ മീൻ ഇറ്റ് ഷുഡ് ബി എ വെരി ഗുഡ് ഫിലിം. അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ അത് തൂക്കിയിരിക്കും, ഉറപ്പാണ്. ട്രെയിലർ കണ്ടിട്ട് തൂക്കാനുള്ള സാധ്യത ഉണ്ടോ? ഓഫ് കോഴ്സ്. ഒരു ഇതൊക്കെ ഉണ്ട്. ഇഫ് ഇറ്റ്സ് മോർ ഡീറ്റെയിൽഡ് നല്ലൊരു സ്റ്റോറിയും കൂടെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ടേക്ക്. എന്താ പറയുള്ളത്? തൂക്കോ? ദുൽഖർ തൂക്കോ? ട്രെയിലർ കണ്ടിട്ട് എന്താ തോന്നുന്നത്? തൂക്കും. ഓണം തൂക്കും. പേരെന്തായിരുന്നു? ഷാരോൺ ദേവ്. ഓക്കെ, താങ്ക് യു. ട്രെയിലർ കണ്ടത് കൊള്ളാം. ഭയങ്കര എൻഗേജിങ് ആണ്. ആക്ഷൻ സീക്വൻസ് ഒക്കെ കൊള്ളാം. ഇതുവരെ കാണാത്തൊരു ദുൽഖറിനെ കാണാൻ പറ്റും തോന്നുന്നുണ്ട് സിനിമ ട്രെയിലർ കണ്ടിട്ട്? തോന്നുന്നുണ്ട്.
എങ്ങനെ ഫുള്ള് ഒരു എന്താണ് പ്രതീക്ഷിക്കുന്നത് ട്രെയിലർ കണ്ട്? എന്തായിരിക്കും പടം എന്നുള്ള പ്രതീക്ഷിക്കുന്നത്? ആക്ഷൻ ആയിരിക്കുള്ളൂ. ആക്ഷൻ ഗ്യാംബ്ലിംഗ് പരിപാടികളൊക്കെ ഗാംബ്ലിംഗ് എല്ലാം ഉണ്ടല്ലോ. എന്താ പ്രതീക്ഷ ഉണ്ടാ? മറ്റേ ഓണം ദുൽഖർ തൂക്കോ? തൂക്കും. തൂക്കും. ഉറപ്പാ? പുള്ളിയുടെ ഫസ്റ്റത്തെ പുള്ളി ഇതിന്റെ ഡയറക്ടർ ആരാന്നറിയോ? ഡയറക്റ്റ് കണ്ടായിരുന്നു. അയ്യോ, ഹാസിദായത്ത്. ഏത് പടത്തിന്റെ? മ്യൂസിക് ആരാന്ന് അറിയോ? മ്യൂസിക് അറിയില്ല. ബ്രോ എന്താ പറയാനുള്ളത്? ട്രെയിലർ കണ്ടല്ലേ? കണ്ടു. എന്താ പറയാനുള്ളത്? ട്രെയിലർ കൊള്ളാം. എന്താ പ്രതീക്ഷിക്കാൻ? ഇതുവരെ കാണാത്ത ദുൽഖറിനെ കാണാൻ പറ്റും തോന്നുന്നുണ്ട്. ദുൽഖറിന്റെ ആക്ഷൻസ് ഒക്കെ എങ്ങനെയുണ്ട് ട്രെയിലറിൽ? കൊള്ളാം, എൻഗേജിങ് ആയിരുന്നു. ഒരു ഓണം തൂക്കാനുള്ള ഒരു സ്ഥാനം തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പൊ ആദ്യം ഏതാണ് ടിക്കറ്റ് ഈ ഓഗസ്റ്റ് 20 റിലീസ് വരുന്നത്. അപ്പൊ അയാം ഗെയിമും വരുന്നുണ്ട്, ഖലീഫും വരുന്നുണ്ട്. അപ്പൊ ആദ്യം ബ്രോ ഏത് കാണാം? അയാം ഗെയിം ആണോ ഖലീഫ് ആണോ കാണാം? ഉറപ്പാ? ട്രെയിലർ കണ്ടിട്ട് അയാം ഗെയിം ആദ്യം ബുക്ക് ചെയ്യും. ബ്രോ ഏതാ തോന്നുന്നത്? അയാം ഗെയിം ആണോ ഖലീഫ് ആണോ? അയാം ഗെയിം. അയാം ഗെയിമിന്റെ പറയാനുള്ളത് നല്ലൊരു വ്യത്യസ്തമായ ദുൽഖർ അവതരണമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. ട്രെയിലറിൽ കണ്ടപ്പോ ഇതുവരെ കാണാത്ത ഒരു ദുൽഖറിനെ കാണുന്നു തോന്നുന്നു. അന്ന് തിരിച്ചുവരും പ്രതീക്ഷിക്കുന്നു. എങ്ങനെയുണ്ട് ദുൽഖറിന്റെ ആക്ഷൻസ്? ആക്ഷനിൽ ഒരു മേക്ക് ഓവർ ആണ് തോന്നുന്നത്. അപ്പം ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. എങ്ങനെയുണ്ട് ഒരു ഹോളിവുഡ് പരിപാടി അങ്ങനെ ഒരു ക്രോസ് ഓവർ തോന്നുന്നുണ്ട്. റെസിംബ്ലൻസ് വല്ലതും തോന്നുന്നുണ്ട്. ഇപ്പം ബെറ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ വാൾ സ്ട്രീറ്റ് എന്നൊക്കെ പോലെ റെസിംബ്ലൻസ് ഉണ്ടാവാം. ലെറ്റ്സ് വെയിറ്റ്. ഒരു വലിയൊരു പരിപാടിയായിരുന്നു തോന്നുന്നുണ്ട് ട്രെയിലർ കണ്ടിട്ട്. അങ്ങനെ ആയിട്ട് സംതിങ് ഗോയിങ് ഓൺ എന്ന് തോന്നുന്നുണ്ട്. എന്തോ വരാൻ പോകുന്നു, എന്തോ ഒരു ഐഡിയ. അതെ, എന്തോ ഒരു ഫുള്ളി മനസ്സിലാവുന്നില്ല. എന്നാലും ലൈക്ക് ലൂസിഫർ ഒക്കെ പോലെ എന്തൊക്കെയോ ഉണ്ട്, ഇന്നർലേസ് ഉള്ള പോലെ. ലെറ്റ്സ് വെയിറ്റ്. ഇപ്പൊ ഈ ദിവസം തന്നെയാണ് അയാം ഗെയിമും ഖലീഫും ഒരുമിച്ച് ഒരു ദിവസം റിലീസ് ചെയ്യണം. അപ്പൊ ആദ്യം അത് രണ്ടും കാണും ഞാൻ. രണ്ടും കാണും. അല്ല, ആദ്യം എന്തായാലും രണ്ടും ഒരുമിച്ച് ഒരു പടം കാണാനില്ലല്ലേ? ഒരെണ്ണം കഴിഞ്ഞിട്ടില്ല, ഒരെണ്ണം കാണാറ്റുള്ളൂ. ഏതാ ആദ്യം കാണാൻ? ഇതിപ്പോ ഈ ട്രെയിലർ കണ്ടിട്ട് മോർ ഓഫ് കൺസ്പയർ ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ഇത് തന്നെ ആയിരിക്കും മിക്കവാറും. മോസ്റ്റ് പ്രോബബ്ലി. ഓണോ ദുൽഖർ തൂക്കോ? തൂക്കട്ടെ ആഗ്രഹിക്കുന്നുണ്ടോ? ഓഫ് കോഴ്സ്. ദുൽഖർ ഫാനാ? അങ്ങനെ എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. നല്ല മൂവീസ് ആണ് നോക്കുന്നത്. ഐ എം നോട്ട് ഫാൻ ഓഫ് സംബഡി, ഐ എം ഫാൻ ഓഫ് എവരിബഡി. എല്ലാം ഓക്കെ. എല്ലാ മൂവീസിന്റെ നോളജ് ഒക്കെ ഉണ്ട്. ഇതിന്റെ എല്ലാ മൂവീസും ആണെന്നല്ല. അഡിക്സ് ഞാൻ തിയേറ്റർ കണ്ടിട്ടില്ല, ടി വിയിൽ കണ്ടിട്ടുണ്ട്. ട്രെയിലർ കണ്ട് എന്താ തോന്നുന്നത്? ഇതുവരെ കാണാത്ത ദുൽഖറിനെ കാണാൻ പറ്റുന്നു? അറിയില്ല. നല്ല പടം ആവും തോന്നുന്നു. നല്ല പടമായിരിക്കും. ഈ ഓഗസ്റ്റ് 20 അയാം ഗെയിം റിലീസ് ആവണേ. ട്രെയിലർ കണ്ടിട്ട് ബ്രോ ആദ്യത്തെ കാണാം. അയാം ഗെയിമും ഖലീഫും ഒരുമിച്ചാണ് റിലീസ് ആവണം. ബ്രോ ആദ്യത് കാണും? അയാം ഗെയിം ഏതിലൊക്കെ കാണും. ട്രെയിലർ കണ്ടിട്ട് അയാം ഗെയിം കാണാൻ തോന്നില്ല. ഞാൻ മറ്റേ ട്രെയിലർ കണ്ടിട്ടില്ല. ഖലീഫയുടെ രണ്ട് കണ്ടിട്ട് ഏത് നോക്കുള്ളൂ? അയാം ഗെയിം ഇഷ്ടപ്പെട്ട? ഇഷ്ടപ്പെട്ടു. ആ സമയത്ത് റിവ്യൂസ് നോക്കുന്നില്ല. ഇഷ്ടപ്പെട്ട നോക്കി പോയി കാണും. ടിക്കറ്റ് അനുസരിച്ച് പോയി കാണും. എല്ലാ പടം കാണും. കാണും. ട്രെയിലറിൽ എങ്ങനെയുണ്ട് ദുൽഖർ? നല്ല പടം. ഓണം തൂക്കോ? തൂക്കും. എന്താ പറയാ? ഓണം തൂക്കോ? ശരി. അല്ല, ട്രെയിലർ കണ്ടില്ല അയാം ഗെയിമിന്റെ. എന്താ പറയാ? ഇൻട്രസ്റ്റിംഗ്. ഇതുവരെ കാണാത്ത ഒരു ദുൽഖറിനെ കാണാൻ പറ്റുമോ ട്രെയിലർ കണ്ടിട്ട്? കുറച്ചും കൂടെ ഒരു മോഡേൺ ആക്ഷൻ ഫിഗർ പോലെ കമ്പയർഡ് ടു ഒരു സാധാ മല്ലു ആക്ഷൻ ഹീറോ. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് സ്റ്റൈലിഷ് ആയിട്ടുള്ള ദുൽഖറിനെയാണ് പ്രസന്റ് ചെയ്യാൻ തോന്നുന്നത്. എങ്ങനെയുണ്ട് ആക്ഷൻസ് ഒക്കെ? എങ്ങനെയുണ്ട് ട്രെയിലറിൽ ദുൽഖറിന്റെ? ട്രെയിലറിൽ നല്ല ഇറ്റ്സ് നൈസ്. ചോദിക്കുക, അതായത് ഇപ്പോൾ ഓഗസ്റ്റ് 20 റിലീസ് വരുന്നത്. അപ്പോൾ 20 റിലീസ് വരുമ്പോൾ ഖലീഫും വരുന്നുണ്ട് പൃഥ്വിരാജിന്. അപ്പോൾ അയാം ഗെയിമും ഖലീഫയിൽ ആദ്യം ഏതാ ചൂസ് ചെയ്യുക? ഫസ്റ്റ് എന്തായാലും കാണും? രണ്ടും കാണാം. അല്ല, ആദ്യം ഒരു പടമല്ലേ കാണുള്ളൂ? ഏതായിരിക്കും? അതെന്താ ആദ്യം ഖലീഫ കാണുള്ളൂ? അയാം ഗെയിമിന്റെ ട്രെയിലർ ഇഷ്ടപ്പെട്ടില്ല? ഇഷ്ടപ്പെട്ടില്ല. എങ്ങനെയുണ്ട്? ഖലീഫാണ് അയാം ഗെയിമാണ് ആദ്യം കാണുന്നത്? ഞങ്ങൾ ഒരുമിച്ചായിരിക്കും കാണാം. ട്രെയിലർ എങ്ങനെ ഉണ്ടായിരുന്നു? സിനിമാറ്റോഗ്രാഫി നൈസാണ്. കഥ എനിക്ക് തോന്നണല്ലോ അത്ര വർക്ക്ഔട്ട് ആവും. എന്ത് പറ്റി? എന്താണ് മിസ്സിംഗ് ആയിട്ട് തോന്നുന്നത്? അല്ല, ഇത് മലയാളികളുടെ ഇടയിൽ വർക്ക്ഔട്ട് ആവുന്ന ഒരു ടോപ്പിക് അല്ല ഇത്. മെയിൻലി സിനിമാറ്റോഗ്രാഫി നൈസാണ്, എഡിറ്റിംഗ് നൈസാണ്. ഈവൻ
കളേഴ്സും തീമും ഒക്കെ നൈസാണ്, പക്ഷെ കഥ അങ്ങ് വർക്കൗട്ട് ആവാൻ തോന്നുന്നില്ല. ഞാൻ കുറെ ആൾക്കാരോട് ട്രെയിലർ ഒപ്പീനിയൻ പറഞ്ഞപ്പോൾ ഒരു ഇന്റർനാഷണൽ പരിപാടി എന്നുള്ള ലെവലിലാണ് പറഞ്ഞത്. അപ്പോൾ ആ ലെവലൊന്നും തോന്നിട്ടില്ല. മലയാളികളുടെ ഇടയിൽ വർക്കാവില്ല എന്ന് പറഞ്ഞു. ഇതിപ്പോൾ മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്ക്, പാൻ ഇന്ത്യ ലെവലിലാണ് റിലീസ് വരുന്നത്. അപ്പോൾ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. അവരോട് ചോദിക്കണം, ഓരോരുത്തരുടെ ഒപ്പീനിയൻ ഇല്ലേ. പേരെന്തായിരുന്നു? കൃഷിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇല്ല, ഇഷ്ടപ്പെട്ടില്ല. ദുൽഖറിന്റെ ഒരു പടം, ദുൽഖറിന്റെ അങ്ങനെ അത് ട്രെയിലർ ഇഷ്ടപ്പെടാത്തോണ്ടാ ദുൽഖറിനെ ഇഷ്ടപ്പെടാത്ത? ദുൽഖറിന് ഇഷ്ടം. പിന്നെ ദുൽഖർ പൊളിയാ. എന്താ